ഞാൻ നബി. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മുളകിട്ട മീൻകറിയാണ്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. മീൻകറി ഉണ്ടാക്കാനായി ഞാനൊരു സവോള എടുത്തിട്ടുണ്ട്, ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ. അപ്പം നമുക്ക് ഇഞ്ചി ചതച്ച് വെച്ചതിട്ട് കൊടുക്കാം, വെളുത്തുള്ളി ചതച്ച് വെച്ചതിട്ട് കൊടുക്കാം, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി സവാള ഇട്ട് കൊടുക്കാം. ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. സവോളയൊന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ സവോളയും ചെറിയുള്ളിയും നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇവിടെ 1 കിലോ പാരമീനാണ് എടുത്തിരിക്കുന്നത്. അതിനായി ഞാൻ 5 ടേബിൾ സ്പൂൺ നല്ല കുമിച്ച് 5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം നമുക്ക് കുറച്ച് വെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം ഞാൻ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. സവോളയും ചെറിയുള്ളിയും നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് മൂക്കാൻ വെച്ച സമയത്തേക്കും ഞാൻ മസാലയ്ക്കുള്ള പൊടികളെല്ലാം എടുത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. ഇതിലുണ്ടായിരുന്ന ബാക്കിയിൽ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. മസാലയിൽ നിന്ന് എണ്ണ വിട്ട് വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ചട്ടിയിൽ നല്ലതുപോലെ ഇത് ഓടിക്കിട്ടും. ആ ഒരു പരുവം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ എണ്ണയൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അത് മുറിച്ചെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഞാൻ ചേർക്കുന്നത് 4 കഷ്ണം പുളി വൃത്തിയായി കഴുകിയ ശേഷം കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയ ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പ് നോക്കിയിട്ടുണ്ട്, കുറച്ചുകൂടി ഉപ്പ് വേണം. ഉപ്പും പുളിയും എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ 1 കിലോ മീനുള്ളത് ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. നിങ്ങളെടുക്കുന്ന മീൻ അനുസരിച്ച് നിങ്ങളുടെ മസാലയിലാണെങ്കിലും ഉപ്പിലാണെങ്കിലും പുളിയിലാണെങ്കിലും എടുക്കുന്ന മറ്റെല്ലാ ഇൻഗ്രീഡിയൻസിലും കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം.
വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളമായി പോയാൽ നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റും കാണില്ല. മീനും വെള്ളവും ഒരേ ലെവലിലായിരിക്കണം എപ്പോഴും നമ്മുടെ കറിക്ക്. ഒരുപാട് വെള്ളം കൂടിപ്പോയാൽ കറിക്ക് ഒരു ടേസ്റ്റും കാണില്ല. അതുകൊണ്ട് വെള്ളം എപ്പോഴും നമ്മൾ ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് മാത്രം ഒഴിക്കുക. ഒന്ന് തിളച്ച് വരട്ടെ, നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. മീൻ ചേർത്ത് കൊടുക്കാം. മീനിട്ട ശേഷം ഞാനൊരു സ്പൂൺ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുള്ളൂ. വളരെ ശ്രദ്ധിച്ച്. മീൻ ഇടുന്ന സമയത്ത് കുഴപ്പമില്ല, ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മുടെ മീൻ പൊടിയാൻ ചാൻസ് ഉണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് 15 മിനിറ്റ് വേവിച്ചെടുക്കാം. വളരെ കുറഞ്ഞ തീയിലിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. കൂടുതൽ വെള്ളം നമ്മൾ ചേർത്തിട്ടില്ല. ഈ മീനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങുമ്പോൾ ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർക്കാവൂ. അതുപോലെ തന്നെ തീയും നല്ല കുറച്ചായിരിക്കണം വെച്ചിരിക്കേണ്ടത്. ഒന്ന് വെന്ത് വരട്ടെ. 15 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട്. ഇനി അവസാനമായി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടാറിയ ശേഷം നമുക്ക് ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. കറി ഞാൻ 2 ദിവസത്തേക്ക് വേണ്ടിയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ കറി ഇന്നത്തേതിനെക്കാട്ടിയും ടേസ്റ്റ് നാളെ കഴിക്കുമ്പോഴാണ്. ഇനി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളകിട്ട മീൻകറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.